ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന കഞ്ഞിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് മുതിര യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഇത് കുറച്ച് മുതിര ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, പിന്നെ നമ്മളുടെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കറിനകത്ത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മുതിര ഒരല്പം വേവ് കൂടിയ ഒരു പരിപ്പാണ്. അപ്പം നമ്മളത് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇത് വേണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ സമയമില്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ കാസറോൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ മുതിര ചേർത്ത് കൊടുത്ത് അതിലോട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് നേരം ആ കാസറോളിൻ്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ മുതിരയൊക്കെ ആവശ്യം തന്നെ കുതിർന്നു വരുന്നതായിരിക്കുമേ. അപ്പം ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു അരപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വറ്റൽമുളകാട്ടോ എടുത്തിട്ടുള്ളത്. വറ്റൽമുളകിന് പകരം സാധാരണ പച്ചമുളകും എടുക്കാവുന്നതാണ്. അപ്പം കുക്കറിൽ ഒരു 2-3 വിസിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ തന്നെ ഈ മുതിര ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുതിരയുടെ വേവിനനുസരിച്ച് നിങ്ങളിത് പ്രഷർ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം മുതിര വെന്തതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഈ അരപ്പ് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. നമ്മൾ മിക്സിയുടെ ആ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അത് 1-2 വട്ടം ഒന്ന് പൾസ് ചെയ്താൽ തന്നെ ആവശ്യത്തിന് റെഡിയായി കിട്ടും. ഇനി ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം, അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ റെസിപ്പികൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ ആ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് നമ്മളുടെ അരപ്പ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ. ഒരുപാട് നേരം ഒന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റാണ്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ കൊത്തിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ ആ വെള്ളത്തോടു കൂടെയാണ് ഞാൻ ഇവിടെ മുതിര ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ആ ക്യാരറ്റ് ഈ വെള്ളത്തിൽ കിടന്നാണ് വേവുന്നത്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, പാകത്തിന് ഉപ്പ് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എക്സ്ട്രാ ഒന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും വെള്ളം ആഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ. നമ്മളുടെ മുതിരയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ കുറച്ച് നേരം ആയിട്ടുണ്ട്, കണ്ടില്ലേ? അത്രയും വെള്ളം ഉണ്ടെങ്കിലും നമ്മളുടെ മുതിരയൊന്നും ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടോ ഒന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു അടിപൊളി മുതിര ക്യാരറ്റ് തോരനാണ്. കഞ്ഞിക്കും ചോറിനും ഒക്കെ അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. പിന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ, അതുപോലെ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.